ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മർമ്മ ചികിത്സയൊക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ്. പേര് മർമ്മ ഗുളിക. ഇതൊരു സാധാരണ പെയിൻ കില്ലർ ആണെന്ന് കരുതി ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ശരീരം പെട്ടെന്ന് റിക്കവർ ആവാൻ ആയുർവേദം എത്രത്തോളം ആഴത്തിൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണിത്. സത്യത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വേദനിച്ചാൽ ആദ്യം ഓടിപ്പോയി ഒരു പെയിൻ കില്ലർ കഴിക്കാനാണ് തോന്നാറ്, അല്ലേ? വേദന അങ്ങ് മാറി, അതോടെ പ്രശ്നം തീർന്നു എന്നാണ് നമ്മൾ വിചാരിക്കാറ്. പക്ഷെ നമ്മുടെ മർമ്മ ചികിത്സയുടെ രീതി അങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ ആയുർവേദത്തിലെ മർമ്മ ചികിത്സയുടെ രീതി അങ്ങനെയല്ലായിരുന്നു. ആയുർവേദത്തില് ശരീരത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായാൽ അവിടെ മസിൽസ് മാത്രമല്ല കേടുവരുന്നത്, അവിടുത്തെ ഞരമ്പുകളും ജോയിന്റുകളും ഒപ്പം കണക്റ്റീവ് ടിഷ്യൂസും അവിടുത്തെ മർമ്മ സ്ഥാനങ്ങളും ഒക്കെ അഫക്റ്റഡ് ആകാമെന്ന് അവർക്കൊരു കൃത്യമായിട്ടൊരു ധാരണ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വേദനയെ താൽക്കാലികമായി അങ്ങ് ഒരു സപ്രസ് ചെയ്യാതെ ആ ഒരു ഭാഗത്തെ ലോക്കലൈസ് ചെയ്യുന്ന, കംപ്ലീറ്റ് ആയി സുഖപ്പെടുത്തിയെടുക്കുന്ന ഒരു ഹീലിംഗ് അപ്രോച്ചാണ് അവർ നോക്കിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഈ മർമ്മ ഗുളികയിലെ ചില ചേരുവകൾ നോക്കിയാൽ തന്നെ നമുക്കത് കുറച്ച് മനസ്സിലാവും. ഉദാഹരണത്തിന് അമൃത്, നെല്ലിക്ക എന്നിവ. ഇന്ന് മോഡേൺ റിസർച്ചുകൾ പോലും ബോഡി റിക്കവറിയെ ഇത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ ചന്ദനം, രക്തചന്ദനം, ഇരട്ടി മധുരം ഇവയെല്ലാം ആ ഭാഗത്തെ നീരും ചൂടും കുറയ്ക്കാനും അതുപോലെ തന്നെ കോശങ്ങൾക്ക് നല്ല ആശ്വാസം നൽകാനും പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് നല്ല സപ്പോർട്ട് നൽകുന്ന ശതാവരി, നറുനീണ്ടി തുടങ്ങിയ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചു കൂടുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ്. ആയുർവേദം വെറും ഒരു രോഗലക്ഷണത്തിനെ അല്ലെങ്കിൽ സിംറ്റത്തിനെ മാത്രമല്ല നോക്കിയത്, ശരീരത്തിന്റെ ടോട്ടാലിറ്റി ഉള്ള ഹെൽത്തിനെ മാത്രം ആണ് അത് ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷെ എനിക്ക് കൗതുകരമായി തോന്നിയ ഒരു കാര്യം ഇതൊന്നുമല്ല. ഈ മർമ്മ ഗുളിക ഉള്ളിലേക്ക് കഴിക്കാൻ മാത്രമല്ല, പുറമെ അരച്ച് ലേപം പോലെ പുരട്ടാനും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് മോഡേൺ സയൻസ് വലിയ കാര്യമായി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ട്രാൻസ്ഡെർമൽ അബ്സോർപ്ഷൻ. അതായത് നമ്മുടെ ചർമ്മത്തിലൂടെ സ്കിൻ വഴി മരുന്നുകൾ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള സാധ്യത. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ പൂർവികര്, ആചാര്യന്മാര് ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വളരെ പ്രാക്ടിക്കലായി ഇത് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു, അല്ലേ? ഇനി നമുക്ക് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം എന്ന് എനിക്കുണ്ട്. മർമ്മങ്ങൾ. കേരളീയ ചികിത്സയിലെ മർമ്മങ്ങൾക്ക് വലിയ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ചില അതീവ സംവേദനക്ഷമതയുള്ള അതായത് ഭയങ്കര സെൻസിറ്റീവായ പോയിന്റുകളാണിവ. അതിനെയാണ് മർമ്മം എന്ന് പറയുക. അവിടെ ഒരു ഇഞ്ചുറി വന്നാൽ കടുത്ത വേദന, കൈകാലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥ, ഞരമ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ വരാമെന്ന് പണ്ടേ തന്നെ നിരീക്ഷിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് മോഡേൺ അനാട്ടമിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഞരമ്പുകളും രക്തക്കുഴലുകളും ഒക്കെ സന്ധിക്കുന്ന ന്യൂറോ വാസ്കുലർ ജംഗ്ഷനുകൾ പോലുള്ള കോൺസെപ്റ്റുകളുമായി ഇതിനെ കൃത്യമായി കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതാണ് ആയുർവേദത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. വെറും ഊഹങ്ങളല്ല, കൃത്യമായ ക്ലിനിക്കൽ ഒബ്സർവേഷൻ ഇതിനകത്തുണ്ട്. എനിക്ക് പേഴ്സണലി ഏറ്റവും ബഹുമാനം തോന്നുന്നത് എന്തിനാണെന്ന് അറിയാമോ? അന്ന് ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് സ്കാനിങ് മെഷീനുകളില്ല, വലിയ ലാബുകളില്ല, വലിയ ടെക്നോളജിയും ഇല്ല. പക്ഷെ മനുഷ്യ ശരീരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ഒരു അപാരമായ ശ്രദ്ധ അവർക്കുണ്ടായിരുന്നു. ഒരാളുടെ നടത്തം, വേദനയുടെ പാറ്റേൺ, തൊടുമ്പോൾ ശരീരം തരുന്ന ആ ഒരു റെസ്പോൺസ്, ആ ഒരു ബോഡി മെക്കാനിക്സ്, ഇതെല്ലാം ദിവസങ്ങളോളം കണ്ട് മനസ്സിലാക്കിയാണ് ഈ അറിവുകളൊക്കെ അവർ രൂപപ്പെടുത്തിയത്, ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ദയവായി ആയുർവേദത്തെ വെറും ഒരു വീട്ടുവൈദ്യമായിട്ടോ നാട്ടു ചികിത്സയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഒറ്റമൂലി സിസ്റ്റം മാത്രമായി കണ്ട് തള്ളിക്കളയരുത്. അതൊരു പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ മർമ്മ ചികിത്സാ പാരമ്പര്യം ഇനിയും ഒരുപാട് റിസർച്ചുകൾ നടക്കേണ്ട വലിയൊരു അറിവുകളുടെ ഖനിയാണ്. കാരണം നമ്മുടെ പൂർവികർ വെറുതെ ലക്ഷണം നോക്കി മരുന്ന് തന്നവരല്ല, ശരീരത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മനസ്സിലാക്കി ചികിത്സിച്ചവരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. കാരണം ആയുർവേദത്തിന്റെ ഈ ഒരു ഡെപ്ത് ഇന്നും ആർക്കും പൂർണ്ണമായി അറിയില്ല, എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള ഡെയിലി ഹെൽത്ത് അവയർനെസ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത വേദനകളോ ഇഞ്ചുറികളോ ജോയിന്റ് സ്റ്റിഫ്നെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഒരു നല്ല ഡോക്ടറെ
ഗൈഡൻസ് തേടാൻ മറക്കരുത്. ഓർക്കുക, ഹീലിംഗ് എന്ന് പറയുന്നത് വേദനയെ താൽക്കാലികമായി സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ശരീരത്തിനെ ആഴത്തിൽ മനസ്സിലാക്കൽ കൂടിയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.